ഹലോ ചങ്ങായിമാരെ, ഡ്രാഗൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ ആലപ്പുഴ ജിംഖാന കണ്ടിരിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്ന മുന്നേ ഈ സിനിമയിൽ ഇത് കുറച്ചുമായിട്ട് പേര് പറയാനുണ്ട്. നിഷാദ് യൂസഫ് ആണ് ഈ സിനിമയുടെ എഡിറ്റർ. സച്ച് എ ജം ഓഫ് മോളിവുഡ്. പുള്ളിക്കാരൻ മരിച്ചുപോയി. എനിക്കൊന്ന് ഇത് പുള്ളിക്കാരൻ്റെ അവസാനത്തെ ഒരു എഡിറ്റ് ചെയ്ത ഫിലിമാണ്. കിട്ടിലും എഡിറ്റിങ് കിട്ടിലും. പിന്നെ ഈ സിനിമേൻ്റെ സിനിമാറ്റോഗ്രാഫി ജംഷി ഖാലിദ്. മോനെ എന്തൊരു കളർ ഗ്രേഡിങ് ഓരോ സീൻസിനും. അതും കിടിലം. പിന്നെ മ്യൂസിക്കിൽ വിഷ്ണു വിജയ് ടോപ്പ് നോച്ച്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ തന്നെയാണ് തല്ലുമാലയ്ക്കും മ്യൂസിക് ചെയ്തേക്കണേ. ഇതിനകത്തും കിടുക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് ആ ഹട്ടിജ പാട്ടയും പിന്നെ ആ ഒരു പഞ്ചാര ആ ഒരു 2 പാട്ടും എനിക്ക് കിടിലായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ഡയറക്ടർ ഓഫ് കോഴ്സ്ലി ഖാലിദ് റഹ്മാൻ. പുള്ളിക്കാരൻ കിടുക്കിയിട്ടുണ്ട്. പുള്ളിക്കാരനെ പിന്നെ എടുത്ത് പറയണ്ടല്ലോ. പിന്നെ ഈ സിനിമ എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഓക്കെ മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ കാരണം വലിയൊരു എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് സിനിമയ്ക്ക് പോയത്. അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു ആ ഒരു എക്സ്പെക്റ്റേഷൻ ഈ സിനിമയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ. പക്ഷേ ഇത് തന്നെ ആയിരിക്കണം, എൻ്റെ ഒപ്പീനിയൻ തന്നെ ആയിരിക്കണമെന്നില്ല മറ്റേ ആർക്കെങ്കിലും. കാരണം ചിലവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഈ സിനിമ ഞാൻ പറഞ്ഞോട്ട് ഒരു ഡീസൻ്റായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ആ ഡീസൻ്റായിട്ടാണ് ഇഷ്ടപ്പെട്ടത്. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് സ്റ്റോറിയൊന്നുമില്ല. ഈ സിനിമയുടെ സ്റ്റോറി തന്നെ ഖാലിദ് റഹ്മാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ സ്റ്റോറിയും. പുള്ളിക്കാരൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തന്നെയാണ് സ്റ്റോറി. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ സിനിമയിൽ. ഇതിനകത്ത് ടെക്നിക്കൽ സൈഡാണ് ഇതിൻ്റെ ടോപ്പ് നോച്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ഖാലിദ് റഹ്മാൻ്റെ എല്ലാ പടത്തിലും സ്റ്റോറി ഒരു ഇതില്ലെങ്കിലും ടെക്നിക്കൽ സൈഡ് ടോപ്പ് നോച്ചായിരിക്കും. പക്ഷേ ഒരു സിനിമയിൽ ടെക്നിക്കൽ സൈഡ് മാത്രം നന്നായാൽ പോരല്ലോ. ഒരു സിനിമയിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റോറിയല്ല. അത് ഈ ഒരു സിനിമയ്ക്കില്ല. മാത്രമല്ല ഫസ്റ്റ് ഹാഫ് ഫ്ലാറ്റാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് പിന്നെ ആ ബോക്സിങ്ങും അതിനൊക്കെ ഇത്തിരി ഇമ്പോർട്ടൻസും വരുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സെക്കൻഡ് ഹാഫാണ് എനിക്ക് നല്ലോണം ഇത്തിരി ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഡീസൻറ്റ് വാച്ചായിട്ട് 1 ടൈം വാച്ചബിളായിട്ട് തോന്നിയത്. പിന്നെ നിങ്ങൾ ഈ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ ഉദ്ദേശിക്കുക. കാരണം അതിനുള്ള ആ തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളൊരു സംഭവമുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ സിനിമയിനകത്ത് പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലുക്മാനുണ്ട്, നെസ്ലിനുണ്ട്, ഗണപതിയുണ്ട്, കുറേ പിള്ളേർ സെറ്റുണ്ട്. പക്ഷെ എനിക്ക് ഇതിനായിട്ട് ഇഷ്ടപ്പെട്ടത് ലുക്മാനും ബേബി ജീനും. മോനെ ഇവന്മാർ 2 പേരും കിടുക്കിയിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും ഒരു പ്രത്യേകത, ഒരു സ്വാഗുണ്ട് ഈ സിനിമയിൽ. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. എസ്പെഷ്യലി ലുക്മാൻ്റെ അവസാനം ഒരു ഐറ്റം ഉണ്ട്, ഒക്കെ കിടിലായിരുന്നു. പിന്നെ നെസ്ലിൻ കുഴപ്പമില്ല എനിക്ക്. പക്ഷേ നെസ്ലിനെക്കാട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ 2 പേരെയാണ്. ഗണപതിയും കിടിലാട്ടോ. ആ ദീപക് എന്ന് പറഞ്ഞ റോള് നല്ലോണം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. സിനിമ ഒരു 1 ടൈമിലായിട്ട് വാച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാം. ഒരു ഫാമിലിയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയൊരു വിഷുവൊക്കെ ആകുമ്പോഴത്തേക്കും അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയ ഒരു പടം. വെക്കേഷനൊക്കെ അല്ലേ, ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു നല്ലൊരു പടം. എന്തായാലും നിങ്ങൾക്ക് ആലപ്പുഴ ജിംഖാന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അന്നേരം ഓക്കെ, ബൈ.